Dear students, welcome to our accounts classroom. Chapter 10, Financial Statements 2. അവിടെ ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട് എന്നത് നമ്മൾ ചാപ്റ്റർ 9 വ്യക്തമായി പഠിച്ചതാണ്. ഇവിടെ ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ്. While preparing final accounts at the end of every accounting period, all expenses and income should be taken into consideration. ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷത്തിന്റെ മുഴുവൻ എക്സ്പെൻസും ഒരു വർഷത്തിനുള്ളിലെ മുഴുവൻ ഇൻകവും നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടതാണ്. ദി എക്സ്പെൻസസ് ഓഫ് കറന്റ് ഇയർ may be still payable or the expenses of next year might have been paid this year. ചില എക്സ്പെൻസസ് നമ്മുടെ ഈ വർഷം നമ്മൾക്ക് കൊടുക്കാൻ പറ്റാതെയും ചിലപ്പോൾ അടുത്ത വർഷം നൽകേണ്ട എക്സ്പെൻസസ് നമ്മൾ നേരത്തെ കൊടുത്തതാവാൻ സാധ്യതയുണ്ട്. Sometimes income of the current year remains still receivable as well as the income of the next year might have been received in advance but not have been recorded in the books yet. അതേപോലെ ചില ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ കയ്യിലേക്ക് റിസീവ് ചെയ്തിട്ടില്ല. അതേപോലെ അടുത്ത വർഷം ലഭിക്കേണ്ട ചില ഇൻകം ഈ വർഷം നേരത്തെ കിട്ടുവാനും സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. എക്സ്പെൻസസ് ചിലത് ഈ വർഷം കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടാവില്ല, ചില എക്സ്പെൻസസ് അടുത്ത വർഷം കൊടുക്കേണ്ടത് നേരത്തെ കൊടുത്തിട്ടുണ്ടാവും, ചില ഇൻകംസ് ഈ വർഷം കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അടുത്ത വർഷം കിട്ടേണ്ടുന്ന ഇൻകം നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. According to accrual concept of accounting, all these items should be recorded in the financial statements in order to get correct financial position and profit or loss. നമുക്കറിയാം അക്രൂവൽ ബേസിസിൽ ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും ഉണ്ട്. ക്യാഷ് ബേസിസിൽ റെഡി ക്യാഷിന്റെ പേയ്മെന്റും റിസീപ്റ്റ്സും ആണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് കറക്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നത് എന്നത് അക്രൂവൽ കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഇങ്ങനെ നമ്മുടെ ഈ വർഷത്തേക്ക് ഉൾപ്പെടുത്തേണ്ടുന്ന എല്ലാ ഐറ്റവും ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ക്യാഷ് ബേസിസിൽ മാത്രമല്ല, കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും നേരത്തെ കിട്ടിയതും ഇനി കിട്ടാനുള്ളതും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തെ അക്കൗണ്ടിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The journal entries passed for the adjustments or recording all items which needs alteration are called adjustment entries. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സിലൂടെ ആണ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിലൂടെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്തുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉൾപ്പെടുത്താറുള്ളത്. The items which usually need adjustments are സാധാരണ രീതിയിൽ നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാക്കാവുന്ന ചില ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ SCERT ബുക്ക് അല്ലെങ്കിൽ NCERT ബുക്കിൽ 11 അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ 10-20 അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. 11 അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻസ്. ഫസ്റ്റ് വൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. The value of unsold goods lying in the stores at the end of accounting period is known as closing stock. Closing stock എന്നത് ഒരു സ്ഥാപനത്തിൽ വിൽക്കാതെ മാറ്റിവെക്കപ്പെട്ട അല്ലെങ്കിൽ വിൽപ്പന നടക്കാതെ മാറ്റിവെക്കപ്പെട്ട ഗുഡ്സിനെയാണ്, അൺസോൾഡ് ഗുഡ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ് ആൻഡ് ഷോൺ ആസ് ആൻ അഡീഷണൽ ഇൻഫർമേഷൻ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ്. നമുക്ക് സാഹചര്യം നോക്കാം. ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണ ട്രയൽ ബാലൻസിന് പുറത്താണ് കാണിക്കാറുള്ളത്, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് വരാറുള്ളത്. ആ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് സാധാരണ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന രൂപത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സിൽ, അതായത് ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിൽ അതിനൊരു ജേണൽ എൻട്രി ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന്. ഇങ്ങനെ ട്രയൽ ബാലൻസിന് പുറത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നാൽ ഒരു 2-fold ഇഫക്റ്റ് അവിടെ വരുന്നുണ്ട്. അതാണ് ഇഫക്റ്റ് ഓഫ് ദ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അതിന്റെ എക്സാമ്പിൾസ് കണ്ടതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്ന അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു രീതിയിൽ കാണിക്കേണ്ടി വരുന്നത്. അതേസമയം തന്നെ രണ്ടാമത്തെ രീതിയിൽ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ദ എമൗണ്ട് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി ക്രെഡിറ്റഡ്.
ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കേണ്ടത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് പുറത്ത് വന്നാൽ കാണിക്കേണ്ടത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും മറ്റൊന്ന് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും. ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരികയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദിസ് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ അഡ്ജസ്റ്റഡ് ത്രൂ ദ പർച്ചേസ് അക്കൗണ്ട്. ഇൻ ദിസ് കേസ് ഓപ്പണിംഗ് സ്റ്റോക്ക് വിൽ നോട്ട് ബി അപ്പിയർ ഇൻ ട്രയൽ ബാലൻസ്. ഇങ്ങനെ ട്രയൽ ബാലൻസിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാകില്ല, പകരം ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രയൽ ബാലൻസിൽ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ മാത്രമേ അപ്പോൾ നമ്മൾ കാണിക്കേണ്ടി വരുന്നുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ആവശ്യവുമില്ല. ഓക്കെ, ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയും ടു ഫോൾഡ് ഇഫക്റ്റും. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. Expenses which have been incurred during the year and whose benefit has been derived during the year but the payment has not been made are called outstanding expenses or unpaid expenses. Outstanding expenses എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വർഷം എക്സ്പെൻസസ് ഉണ്ടാവുകയും എന്നാൽ ആ എക്സ്പെൻസസിന് ആവശ്യമായ പേയ്മെന്റ് നടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് നടത്താനുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള എക്സ്പെൻസസിനെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കാൻ പറ്റിയിട്ടില്ല, ചെലവ് കൊടുക്കാൻ പറ്റിയിട്ടില്ല, നീക്കി വെക്കപ്പെട്ട എക്സ്പെൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസസിനെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയിലൂടെ കാണിക്കും. എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട്. ഈ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഐറ്റത്തിന്റെ പേര് വരുന്നതിനനുസരിച്ച് മാറും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട് എന്നായിട്ട് മാറും. കോമൺ ആയിട്ട് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട് എന്ന് പഠിച്ചു വെക്കും. ഇതിന്റെ രണ്ട് ഇഫക്റ്റ് എങ്ങനെയെന്ന് ചോദിച്ചാൽ it is added to the respective expenses and shown on the debit side of the trading and profit and loss account. നമ്മുടെ എക്സ്പെൻസസ് സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിലും കാണിക്കും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കും. അപ്പം അഡ്ജസ്റ്റ്മെന്റ്സിൽ ഏത് ഐറ്റത്തിനോട് കണക്റ്റഡ് ആയിട്ടാണ് ഈ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് വന്നത് എന്ന് നോക്കിയിട്ട് ആ എക്സ്പെൻസസ് എവിടെയാണോ എഴുതുന്നത് ആ എക്സ്പെൻസിനോട് നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുകയാണ് വേണ്ടത്, കൂട്ടി എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ലയബിലിറ്റി സൈഡിന്റെ ബാലൻസ് ഷീറ്റിലാണ് ഇത് കാണിക്കാറുള്ളത്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ആ എക്സ്പെൻസസിന് കൂടി പേര് ചേർത്തുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. Third one, prepaid expenses. The expenses which have been paid in advance whose benefit will be available in future are called unexpaid or prepaid expenses. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമ്മൾക്ക് ഉണ്ടായേക്കാവുന്ന വല്ല ബെനിഫിറ്റിനും വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പേയ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രീപെയ്ഡ് നേരത്തെ നമ്മുടെ പേയ്മെന്റ് നടന്നു പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ഭാവിയിലേക്ക് കിട്ടുള്ളൂ, അങ്ങനത്തെ സാഹചര്യമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു എക്സ്പെൻസ് അക്കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആയിരുന്നു, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഇപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പോൾ റെന്റ് നമ്മൾ അഡ്വാൻസ് ചെയ്ത് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് അറ്റ് ടു റെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ജേണൽ എൻട്രി ആയിട്ടാണ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇഫക്റ്റ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ടു ഫോൾഡ് ഇഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് വിൽ ബി ഡിഡക്റ്റഡ് from respective expenses and shown in the debit side of the trading and profit and loss account. Prepaid expense എന്ന് പറയുന്നത് എവിടെയാണോ എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ട് അത് എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ റെന്റ് എവിടെയാണോ എഴുതിയിരിക്കുന്നത് ആ റെന്റിന്റെ കൂടെ തന്നെയാണ് ആ റെന്റിൽ നിന്നും പ്രീപെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പെക്റ്റീവ് എക്സ്പെൻസസിൽ നിന്നും പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറയ്ക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് ഇത് കാണിക്കുകയും വേണ്ടത് എന്നുള്ളത് മനസ്സിലായി. Fourth one, income earned but not received or accrued income. ഇൻകം നമുക്ക് ഇൻകം നേടിയിട്ടുണ്ട് പക്ഷെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, അതിനെയാണ് അക്രൂഡ് ഇൻകം എന്നും അറിയപ്പെടുന്നത്. An income which has been earned but not received during the accounting year is called accrued income. അപ്പോൾ ഈ വർഷം കിട്ടേണ്ടുന്ന ഇൻകം ആണ് അത് പക്ഷെ കയ്യിലേക്ക് എത്തിയിട്ടില്ല, അതിനാണ് അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം അക്കൗണ്ട്. അക്രൂഡ് ഇൻകം എന്നത് നമ്മളെ സംബന്ധിച്ച ഒരു അസറ്റാണ്, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ആ മറ്റേ ഇൻകത്തെ നമ്മൾ ഒറിജിനൽ ഇൻകത്തെ ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ accrued income will be added to the respective income and shown on the credit side of the profit and loss account. Accrued income എന്ന് പറയുന്നത്
ഒരു ഒറിജിനൽ ഇൻകവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ ഇൻകത്തിനോട് കൂടിയിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്യുകയും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ കമ്മീഷൻ കിട്ടാനുണ്ട് എങ്കിൽ ഒറിജിനൽ കമ്മീഷൻ കിട്ടിയതുണ്ടാകും. ആ കമ്മീഷനോട് കൂടിയിട്ട് അക്രൂഡ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ആഡ് ചെയ്യണം. എവിടെ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് അത് ആഡ് ചെയ്യേണ്ടത്. അതേസമയം തന്നെ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് ഇത് ഒരേ സമയം തന്നെ കാണിക്കേണ്ടത്, മനസ്സിലാക്കുക. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഡ്യൂ ഈസ് കോൾഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓർ അൺഏൺഡ് ഇൻകം. ചില ഇൻകംസ് നമുക്ക് നേരത്തെ കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് നമ്മൾക്ക് ഇപ്രാവശ്യം ഡ്യൂ ആയിട്ടില്ല, കിട്ടേണ്ടതായിരുന്നില്ല. അത്തരം കിട്ടുന്നതിനാണ് ഇൻകം റിസീവ്ഡ്. നേരത്തെ അഡ്വാൻസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇൻകത്തെയാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് ഇൻകം അക്കൗണ്ട് അറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അത് ഏത് ഇൻകം ആണെന്ന് നോക്കിയിട്ട് ആ ഇൻകം അവിടെ എഴുതുക. എന്നിട്ട് നേരത്തെ കിട്ടിയിരിക്കുന്ന ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ആ ഇൻകത്തിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. ഇതിന്റെ ടു ഫോൾഡ് ഇഫക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം ആൻഡ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് ഇൻകം സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണല്ലോ നമ്മൾ ഇൻകം എഴുതാറുള്ളത്. ആ ഇൻകത്തിൽ നിന്നും ഇത് കുറയ്ക്കുകയും ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇത്തരം നേരത്തെ കിട്ടുന്ന ഇൻകത്തെ നമ്മൾ ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലും കാണിക്കാം. 6th one, depreciation. Depreciation means the decrease in the value of asset. It is considered as a loss. Depreciation എന്ന് പറഞ്ഞാൽ തേയ്മാനമാണ്. ഒരു അസറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തേയ്മാനത്തെ നമ്മൾ അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ലോസ് ആയിട്ടാണ് കരുതുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അത് കാണിക്കാറുള്ളത്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. അതിന്റെ ഒരു ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് എ സെപ്പറേറ്റ് ഐറ്റം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് അത് എഴുതുന്നതും. അതേസമയം തന്നെ ഇൻ ദി ബാലൻസ് ഷീറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് അസറ്റ്. ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ്, ഇപ്പൊ അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റുകളാണ് അധികവും നമ്മൾ ഡിപ്രീസിയേഷന് വിധേയമാക്കാറുള്ളത്. ഫിക്സഡ് അസറ്റ് ഫർണിച്ചർ, മെഷീനറി, അതുപോലുള്ള ഐറ്റംസ്. ഇപ്പോൾ ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ ഒറിജിനൽ അവിടെ എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്നും ലെസ് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് കാണിക്കുകയാണ് ബാലൻസ് ഷീറ്റിൽ ചെയ്യാറുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ബാഡറ്റ് ആണ്. ബാഡറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എനി ഇറിക്കവറബിൾ പോർഷൻ ഓഫ് സൺഡ്രി ഡെറ്റേഴ്സ് ഈസ് ടേംഡ് ആസ് ബാഡറ്റ്. ഏതെങ്കിലും ബാഡറ്റ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ്, പണം തരാനുള്ള ആളുകൾ ആരെങ്കിലും പണം തരാതിരിക്കുന്ന അവസ്ഥേനെയാണ് ബാഡറ്റ് എന്ന് പറയുന്നത്. ബാഡറ്റ് എന്ന് പറയുന്നത് ഒരു ലോസ് ആണ്. അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഉണ്ട്, ബാഡറ്റ് അക്കൗണ്ട് അറ്റഡ് ടു സൺഡ്രി ഡെറ്റേഴ്സ്. സൺഡ്രി ഡെറ്റേഴ്സിന് നമ്മൾ കുറയുന്നത് കാരണം ബാഡറ്റ് എക്സ്പെൻസ് ആയിട്ടും സൺഡ്രി ഡെറ്റേഴ്സ് കുറയ്ക്കുന്നതുമായിട്ടാണ് കരുതാറുള്ളത്. അതിന്റെ അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു ബാഡറ്റ് അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇഫ് ദ ബാഡറ്റ് ഈസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഓൺലി, ഇപ്പൊ ട്രയൽ ബാലൻസിലാണ് ബാഡറ്റ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇത്രേ ചെയ്യാനുള്ളൂ. ദ എമൗണ്ട് ഓഫ് ബാഡറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് എ സെപ്പറേറ്റ് ആയിട്ട്. അപ്പം ട്രയൽ ബാലൻസിൽ ബാഡറ്റ് എന്ന് പറഞ്ഞ് മാത്രം തന്നിട്ടുള്ളൂ എങ്കിൽ ഒന്നുമില്ല, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാഡറ്റിലെ മറ്റൊരു സാഹചര്യമാണ് ഫർദർ ബാഡറ്റ് എന്നത്. അത് 7th അഡ്ജസ്റ്റ്മെന്റിന്റെ കൂടെ തന്നെയാണ് ഫർദർ ബാഡറ്റ് പറയുന്നത്. അത് ഇങ്ങനെയാണ് ഫർദർ ബാഡറ്റ് എന്ന് പറയാനുള്ള കാരണം, ഇഫ് എ ബാഡറ്റ് ബിക്കംസ് ബാഡ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് എ ട്രയൽ ബാലൻസ് ഇറ്റ് ഈസ് കോൾഡ് ഫർദർ ബാഡറ്റ്. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള ബാഡറ്റുകൾ ട്രയൽ ബാലൻസിനുള്ളിൽ ഉൾപ്പെടും. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ചില ഡെറ്റേഴ്സ് നമ്മൾക്ക് ബാഡായി മാറുന്നത്. അതാണ് ഫർദർ ബാഡറ്റ്. അപ്പോൾ നമ്മൾക്ക് ട്രയൽ ബാലൻസിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരികയാണ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്. ഇഫ് ദ ബാഡറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ആൻഡ് ഫർദർ ബാഡറ്റ് ഈസ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്. ട്രയൽ ബാലൻസിൽ ഒറിജിനൽ ബാഡറ്റ് വരികയും അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫർദർ ബാഡറ്റ് വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഇനി പറയുന്നത്. ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫർദർ ബാഡറ്റ് ഷുഡ് ബി ആഡഡ് ടു ബാഡറ്റ്സ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ആൻഡ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അതിന് ഇത്രേ ചെയ്യാനുള്ളൂ. ഇപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ബാഡറ്റ് ട്രയൽ ബാലൻസിൽ ഉണ്ടാവുന്നു, ഫർദർ ബാഡറ്റ് അഡ്ജസ്റ്റ്മെന്റ്സിൽ ഉണ്ടാവുന്നു. ഈ സാഹചര്യത്തിൽ ബാഡറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണല്ലോ എഴുതാറുള്ളത്. ആ ബാഡറ്റിനോട് കൂടി അഡ്ജസ്റ്റ്മെന്റ്സിലെ ഫർദർ ബാഡറ്റ് ആഡ് ചെയ്യുന്നു. എവിടെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. രണ്ടാമത്തെ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻ ബാലൻസ് ഷീറ്റ്
the amount of further bad debt is deducted from sundry debtors. നമ്മുടെ ഡെറ്റേഴ്സ് ആണല്ലോ ബാഡ് ആവുന്നത്. അപ്പൊ പിന്നെ ഡെറ്റേഴ്സിൽ നിന്നും ഈ ഫർദർ ബാഡ് ഡെറ്റ് കുറയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിജിനൽ ബാഡ് ഡെറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെന്റിൽ വന്ന ഫർദർ ബാഡ് ഡെറ്റ് ആണ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് വരുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇതും സൺഡ്രി ഡെറ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് തന്നെയാണ്. അതിങ്ങനെയാണ് വരുന്നത്. ദ ബിസിനസ്മാൻ ഫൈൻഡ്സ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് അക്കൗണ്ടിംഗ് ഇയർ ദാറ്റ് certain debts are doubtful. It cannot be written off as bad because non-recovery of such amount is not certain. In order to meet this type of losses, a provision against sundry debtors is created. It is called provision for doubtful debts, or the amount debited to the profit and loss account in anticipation of future bad debt is called provision for doubtful debts. ഇത് ഒരു പ്രൊവിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഡെറ്റേഴ്സിൽ തീരെ നമ്മൾക്ക് പേയ്മെന്റ് നടത്തില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ് ബാഡ് ഡെറ്റായി മാറുന്നത്. അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉൾപ്പെട്ടതാണെങ്കിൽ അത് ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഡെറ്റേഴ്സ് ബാഡ് ആവുന്നത് ഫർദർ ബാഡ് ഡെറ്റ് ആയിട്ട് വരും. ഇനി അതും കൂടാതെ ഇനി ഡെറ്റേഴ്സ് ഫ്യൂച്ചറിലാണ് നമുക്ക് പേയ്മെന്റ് തരാൻ സാധ്യതയില്ല, തിരിച്ചു തരാൻ സാധ്യതയുള്ള ബിസിനസ്സിലേക്ക്. ആ സമയത്ത് ഇനി ആരെങ്കിലും തരാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതൊരു നമ്മളെ സംബന്ധിച്ചൊരു ലോസ് ആണ്. അപ്പൊ ആ ലോസ് എന്ത് വേണം, നമ്മുടെ ഈ പീരീഡിൽ തന്നെ അത് ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അങ്ങനെ ലോസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നമ്മുടെ ഒരു പ്രൊവിഷൻ, ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒരു രീതിയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ആ പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പൊ ഡെറ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് എന്നാണ്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇഫക്റ്റ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഇതാണ്. ഇഫ് ദ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, അതിനെ നമ്മൾ അറിയപ്പെടുന്നത് പിന്നെ ട്രയൽ ബാലൻസിൽ വന്നിരിക്കുന്ന പ്രൊവിഷനെ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇൻ അഡ്ജസ്റ്റ്മെന്റ്സിൽ വരുന്ന പ്രൊവിഷനെ നമ്മൾ പുതുതായിട്ട് വരുന്ന പ്രൊവിഷനെ നമ്മൾ ന്യൂ പ്രൊവിഷൻ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം, അപ്പോഴേ നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ്സ് പറയാൻ പറ്റുള്ളൂ. ഇതിൽ ചെയ്യേണ്ട എത്രയാണ്, ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ന്യൂ പ്രൊവിഷൻ ഈസ് ആഡഡ് ടു ബാഡ് ഡെറ്റ് ആൻഡ് ഓൾഡ് പ്രൊവിഷൻ ഈസ് ഡിഡക്റ്റഡ്. ഓക്കെ, അതായത് നമ്മൾ ബാഡ് ഡെറ്റിനോട് കൂടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സും അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നത്. അപ്പൊ ബാഡ് ഡെറ്റിനോട് കൂടിയിട്ട് എന്ത് ആഡ് ചെയ്യണം, ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റിൽ വന്നിരിക്കുന്ന പ്രൊവിഷൻ ആഡ് ചെയ്യുകയും നേരത്തെ ട്രയൽ ബാലൻസിൽ വന്ന പ്രൊവിഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്നാണ് പറഞ്ഞത്, അത് ലെസ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന്, ഇഫ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഈസ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്സ് ഓൺലി, അതായത് ന്യൂ പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത്. ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ന്യൂ പ്രൊവിഷൻ ഈസ് ആഡഡ് ടു ബാഡ് ഡെറ്റ് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞു ന്യൂ പ്രൊവിഷൻ ബാഡ് ഡെറ്റ് അക്കൗണ്ടിനോട് ആഡ് ചെയ്യുകയും ഇൻ ബാലൻസ് ഷീറ്റ് ന്യൂ പ്രൊവിഷൻ വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം സൺഡ്രി ഡെറ്റേഴ്സ്. ഇത് ബാലൻസ് ഷീറ്റിൽ ന്യൂ പ്രൊവിഷൻ എന്നുള്ള ഐറ്റം സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കുകയും വേണം. ഇതിന്റെ കുറച്ച് കാൽക്കുലേഷൻ വർക്ക് ഉണ്ട്, അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ന്യൂ പ്രൊവിഷൻ കിട്ടുക എന്നുള്ളത്. ചില കാൽക്കുലേഷനിലൂടെ പോകാനുണ്ട്, അത് നമ്മൾ പ്രോബ്ലം പറയുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അടുത്തത് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പ്രൊവിഷൻ മെയ്ഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ഇയർ ഫോർ ആൻ ആന്റിസിപ്പേറ്റഡ് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി പെയ്ഡ് ടു ദ ഡെറ്റേഴ്സ് ഇൻ ദ സബ്സിക്വന്റ് ഇയർ ഈസ് കോൾഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. അതായത് നമ്മുടെ ഡെറ്റേഴ്സ്, ഇപ്പൊ നല്ല ഗുഡ് ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ഡെറ്റേഴ്സ് നമ്മൾക്ക് പണം തരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ചെറിയൊരു കിഴിവ് എമൗണ്ടിൽ കൊടുക്കാറുണ്ട്, അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് സത്യത്തിൽ അവർക്ക് ഒരു പേയ്മെന്റ് ഡ്യൂ ഡേറ്റിൽ കറക്റ്റ് പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ്, ഒരു പ്രേരണയാണ്. അതിപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് നമ്മൾ അവർക്ക് അനുവദിക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഭാവിയിലാണ് ആ പേയ്മെന്റ് നടക്കുള്ളൂ, ഭാവിയിലെ നമ്മൾ ഡിസ്കൗണ്ട് അനുവദിക്കുള്ളൂ. അതുകൊണ്ട് പക്ഷേ
ഈ വർഷവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇത് ഇവിടെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് പ്രൊവിഷനിലൂടെ കാണിക്കുന്നത്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇഫക്ട് ഓഫ് ദ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഷുഡ് ബി ഡെബിറ്റഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതുകയാണ് ചെയ്യുന്നത്. അതൊരു എക്സ്പെൻസ് ആയതുകൊണ്ടാണ്. In the balance sheet, the amount of discount on debtors should be deducted from sundry debtors. ഇതെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സൺട്രി ഡെറ്റേഴ്സ് പറഞ്ഞിട്ട് നേരത്തെ അവിടെ ഡെറ്റേഴ്സ് ഉണ്ടാവും, അതിൽ നിന്നും ഈ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ഐറ്റം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയും ചർച്ച ചെയ്ത് വരുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കേണ്ടുന്നത്. അത് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ട് എങ്കിൽ, ഒന്ന് ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം, മറ്റൊന്ന് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം, മൂന്നാമത്തത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടെങ്കിലും കുറയ്ക്കണം. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ചില കാൽക്കുലേഷൻ വർക്കിലൂടെ പോവാനുണ്ട്. വളരെ സിമ്പിൾ ആണ്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. മറ്റൊന്ന് മാനേജേഴ്സ് കമ്മീഷൻ. The commission given to the manager against profit is called manager's commission. It is calculated on a fixed percentage on profit. Such commission may be A, before charging such a commission, or B, after charging such a commission. അതായത് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഈ പിന്നെ മാനേജർമാരുടെ അവരുടെ എഫിഷ്യൻസിയും പ്രൊവിഷ്യൻസിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പ്രവർത്തനം കൂടുതൽ എഫക്റ്റീവ്നെസ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ലാഭത്തിന്റെ ഒരു വിഹിതം അവർക്ക് കമ്മീഷനായിട്ട് അനുവദിക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതമാണ് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ് ആയിട്ടാണ് നമ്മൾ അനുവദിക്കാറുള്ളത്. നമുക്കറിയാം, എല്ലാ ഇൻകവും എല്ലാ എക്സ്പെൻസും ഉൾപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമേ പ്രോഫിറ്റ് വരാൻ പാടുള്ളൂ. അതേസമയം ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പം ചില അഡ്ജസ്റ്റ്മെന്റ് അതിന് വരുത്താനുണ്ട്. അതുകൊണ്ടാണ് 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കമ്മീഷൻ തീരുമാനിക്കുന്നത് ബിഫോർ ചാർജിങ് കമ്മീഷൻ ആണോ അല്ലെങ്കിൽ ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആണോ എന്ന് തീരുമാനിക്കണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് അറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മീഷൻ അക്കൗണ്ട്. മാനേജർ കമ്മീഷൻ എന്ന് പറയുന്നത് മാനേജർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. അപ്പൊ അത് ഇതുവരെ കൊടുത്തിട്ടില്ല, അത് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മീഷൻ ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇഫക്ട് ഓഫ് ദി അഡ്ജസ്റ്റ്മെന്റ്. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാനേജേഴ്സ് കമ്മീഷൻ ഷുഡ് ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ആസ് എ ലാസ്റ്റ് ഐറ്റം. ഏറ്റവും അവസാനത്തെ ഐറ്റം ആയിട്ട് വരേണ്ടുന്ന ഒരു ഐറ്റമാണ് മാനേജേഴ്സ് കമ്മീഷൻ. ഇത് പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്ന ഒരു വിഹിതമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രോഫിറ്റ് കണ്ടതിന് ശേഷമേ ഈ മാനേജേഴ്സ് കമ്മീഷൻ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ഓക്കെ, ഇൻ ബാലൻസ് ഷീറ്റ് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ്. ഇത് മാനേജർക്ക് കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ളതായതുകൊണ്ട് അത് ലൈബിലിറ്റി ആയിട്ട് ലൈബിലിറ്റി സൈഡിലാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുള്ളത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഈ മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കുന്നതിന് ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞത് ബിഫോർ ചാർജിങ് കമ്മീഷൻ ഉണ്ട്, ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ. ഈ കമ്മീഷൻ തീരുമാനിക്കുന്നത് ബിഫോർ ചാർജിങ് ആണെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ട്, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഇൻറ്റു 100. അപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രോഫിറ്റ് അത് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. യഥാർത്ഥ പ്രോഫിറ്റ് ആവണമെങ്കിൽ മാനേജേഴ്സ് കമ്മീഷനും കൂടി ചെലവ് വന്നത് ഉൾപ്പെടുത്തി കിഴിച്ചതിന് ശേഷമുള്ളതാണ് യഥാർത്ഥ പ്രോഫിറ്റ്. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന പ്രോഫിറ്റ് ആണ് നോഷണൽ പ്രോഫിറ്റ്. ആ നോഷണൽ പ്രോഫിറ്റിനോട് നമ്മൾ മാനേജറോട് അഗ്രി ചെയ്തിരിക്കുന്ന റേറ്റ് ഓഫ് കമ്മീഷൻ പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ അതാണ് മാനേജേഴ്സ് കമ്മീഷൻ ബിഫോർ ചാർജിങ്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്നാൽ ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ എന്ന് പറയുന്ന രീതിയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഇൻറ്റു 100 പ്ലസ് റേറ്റ് ഓഫ് കമ്മീഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ 5% മാനേജർക്ക് പ്രോഫിറ്റിന് മുകളിൽ കമ്മീഷൻ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൽക്കാലം ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും തമ്മിൽ ഡിഫറൻസ് കണ്ടെത്തിയ താൽക്കാലിക ഡിഫറൻസിനെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുക. താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫോർ കാൽക്കുലേറ്റിംഗ് ദ മാനേജേഴ്സ് കമ്മീഷൻ വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കിട്ടുന്ന ആ ഒരു താൽക്കാലിക ഡിഫറൻസ് ആണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഡിഫറൻസ് ഇസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ്. അങ്ങനെയാകുമ്പോൾ നോഷണൽ പ്രോഫിറ്റിന്റെ മുകളിൽ സപ്പോസ് നമ്മൾ നോക്കിയപ്പോൾ 1000 രൂപയാണ് നോഷണൽ പ്രോഫിറ്റ് എങ്കിൽ അതിന് 5% എന്നത് കണ്ടെത്തിയാൽ മതി. അതാണ് ബിഫോർ ചാർജിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആണ് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ ഈ നോഷണൽ പ്രോഫിറ്റ് ആയിട്ടുള്ള സപ്പോസ് 1000 രൂപയാണെങ്കിൽ 1000 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 100 പ്ലസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 105.
ഇപ്പൊ നോഷണൽ പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷനിലൂടെയാണ് കാണുന്നതെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 5 ഡിവൈഡ് ബൈ 105 105 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ interest on capital എന്ന് പറയും. As per the business entity concept, capital invested by the owner in the business considered to be a loan given by him to the business. നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് താൽക്കാലികമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ്മാൻ ബിസിനസ്സിന് കൊടുക്കുന്ന ലോൺ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. സോ ദ ഓണർ ഷുഡ് ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ്. അപ്പം അതിലൊരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പണം നമ്മൾ വല്ല ബാങ്കിലോ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഓണർ ബിസിനസ്സിന് അനുവദിച്ചിരിക്കുന്ന ലോണായി കരുതിയിരിക്കുന്ന ഈ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ലഭിക്കണം എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് ടു ദ ബിസിനസ്. നമ്മുടെ ക്യാപിറ്റലിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അത് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇഫക്ട് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ആസ് എ സെപ്പറേറ്റ് ഐറ്റം. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് കാണിക്കണം. അപ്പൊ ശരിക്കും മാനേജേഴ്സ് കമ്മീഷന് മുൻപേ തന്നെ അത് കാണിക്കേണ്ടതാണ്. അപ്പൊ NCERT ബുക്കിൽ ഇങ്ങനെ കൊടുത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ. ക്യാപിറ്റലിനോട് കൂടിയിട്ട് ഇത് ആഡ് ചെയ്യണം. നമ്മൾ സാധാരണ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാറുണ്ട്. അതിനോട് കൂടെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൂടി ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന പാഠഭാഗത്ത് നമ്മൾക്ക് പഠിക്കാനുള്ള 11 അഡ്ജസ്റ്റ്മെന്റ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ബുക്കുകളിലൊക്കെ 20ഓളം അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് സെപ്പറേറ്റ് NCERT ബുക്കിൽ SCERT ബുക്കിൽ അത് ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല. പക്ഷെ പ്രോബ്ലത്തിൽ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.